നമസ്തേ. ടീച്ചറമ്മ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും രാമായണത്തിന്റെ കഥകളെല്ലാം കേൾക്കുന്നുണ്ടാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ കഥ ടീച്ചറമ്മ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരും. തുടങ്ങാം അല്ലേ? തുടങ്ങാം. നമ്മള് കുംഭകർണനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അതെ, കുംഭകർണന്റെ സ്വഭാവത്തിലെ ചില നല്ല ഗുണങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചു അല്ലേ? അതെ. അപ്പൊ യുദ്ധം തുടങ്ങി. ഓരോ ദിവസവും ഇവര് രാക്ഷസൻ വീരന്മാരെല്ലാരും കുറേശ്ശെ ഈ യുദ്ധത്തിന് പോകുന്നുണ്ട്. ഈ പോകുന്നവരെ എല്ലാം കൊന്ന് ശ്രീരാമാദികള് ഒടുക്കുന്നുമുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ മേഘനാഥൻ, അതായത് മേഘനാഥൻ എന്ന് പറയുന്നത് ഇന്ദ്രജിത്ത്, രാവണന്റെ മകനാണ്. ഇന്ദ്രജിത്ത് എന്നാണ് പേര്. മേഘങ്ങളുടെ ഇടയിൽ മറഞ്ഞു നിൽക്കാനുള്ള കഴിവ് അന്നേ ഉണ്ടായിരുന്നതുകൊണ്ടാണ് മേഘനാഥൻ എന്നൊരു പേരും വന്നത്. അപ്പൊ മേഘനാഥൻ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ട് ലക്ഷ്മണാദികളെല്ലാം യുദ്ധസന്നദ്ധരായിട്ട് നിൽക്കുന്ന കണ്ടുകൊണ്ട് അദ്ദേഹം നാഗാസ്ത്രം പ്രയോഗിച്ചു. ഈ നാഗാസ്ത്രം പ്രയോഗിച്ചപ്പോഴത്തേക്ക് ലക്ഷ്മണനും മറ്റുള്ള വാനരപ്പടകളും എല്ലാം നാഗത്താൽ ചുറ്റി വരിഞ്ഞ് കിടന്നുപോയി. നാഗാസ്ത്രം എന്ന് പറയുമ്പോൾ നാഗങ്ങളായിരിക്കും. നാഗങ്ങളാൽ ചുറ്റി വരിഞ്ഞു പോയി. അപ്പൊ എല്ലാരും ബോധരഹിതരായിട്ട് നാഗങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അത് കണ്ടോണ്ട് ശ്രീരാമൻ പെട്ടെന്ന് ധ്യാനനിരതനായിട്ട് അദ്ദേഹത്തിൽ നിന്ന് ഒരു ദിവ്യപ്രഭ ആകാശദേശത്തേക്ക് പോവുകയും കുറച്ചു കഴിഞ്ഞ ഉടനെ ഗരുഡൻ അവിടെ എത്തുകയും ചെയ്തു. ഗരുഡൻ വന്നിട്ട് ശ്രീരാമദേവനെ തൊഴുത് എന്താണ് ആവശ്യം എന്നുള്ളത് പറഞ്ഞപ്പോ ഇങ്ങനെ യുദ്ധക്കളത്തില് നാഗങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന തന്റെ സഹോദരങ്ങളെ വാനരപ്പടയെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഗരുഡൻ ലക്ഷ്മണന്റെ ദേഹത്ത് നിന്ന് നാഗത്തെ കൊത്തിയെടുത്ത് ദൂരേക്ക് എറിഞ്ഞു. അതോടുകൂടി എല്ലാവരും ചാടി എണീറ്റ് യുദ്ധം തുടങ്ങാൻ അവർക്ക് അതിനുള്ള എല്ലാ ഓജസ്സും തേജസ്സും എല്ലാവരിൽ ഉണ്ടായി. അപ്പൊ തുടർന്ന് യുദ്ധം നടന്നപ്പോ രാക്ഷസ നേതാക്കളെല്ലാം എല്ലാത്തിനെയും അരിഞ്ഞു വീഴ്ത്തി. അവസാനം കുംഭകർണനും കൊല്ലപ്പെട്ടു. കുംഭകർണനെ കൊന്നത് ഹനുമാനായിരുന്നു. ഹനുമാൻ കുംഭകർണനെ കൊന്നു കഴിഞ്ഞപ്പോ അതായത് അന്ത്യാഭിലാഷം ശ്രീരാമനോട് തന്റെ ഒരു അന്ത്യാഭിലാഷം സാധിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പൊ ശ്രീരാമൻ ചോദിച്ചു, എന്താണ് ആ അന്ത്യാഭിലാഷം? അത് എന്റെ ചെവി കുരങ്ങൻ കടിച്ചു പറിച്ചത് കൊണ്ട് മറ്റ് രാക്ഷസന്മാരൊക്കെ അത് കണ്ട എനിക്ക് ഭയങ്കര ക്ഷീണവും എന്നെ പരിഹാസ്യനാക്കും. അതുകൊണ്ട് എന്റെ തല തന്നെ ഛേദിച്ച് സമുദ്രത്തിൽ എറിയണം. അപ്പൊ ശ്രീരാമൻ അയാളുടെ കുംഭകർണന്റെ അന്ത്യാഭിലാഷം സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഹനുമാനോട് തന്നെ പറഞ്ഞു അയാളുടെ തലയറുത്ത് സമുദ്രത്തിലേക്ക് എറിയാൻ. അങ്ങനെ തലയറുത്ത് സമുദ്രത്തിലേക്ക് എറിഞ്ഞ് കുംഭകർണനും മരണമടഞ്ഞു. ശ്രീരാമൻ പറഞ്ഞു, ലക്ഷ്മണനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഇന്ദ്രജിത്തിനോട് ഞാൻ യുദ്ധത്തിന് പോകാം. ഇന്ന് ഇന്ദ്രജിത്തിനെ കൊല്ലണം, നാളെ രാവണനെ കൊല്ലണം, മറ്റന്നാൾ നമുക്ക് അയോധ്യയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അപ്പൊ ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠ, ഇന്ദ്രജിത്തിനെ ഞാൻ തന്നെ വധിക്കാം 3 ദിവസത്തിനുള്ളിൽ എന്ന് വിഭീഷണനോട് ഞാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ യുദ്ധത്തിന് പോകാം എന്ന് പറഞ്ഞു. ശരി, ശ്രീരാമൻ അതിന് സമ്മതിച്ചു. നേരെ ലക്ഷ്മണൻ മേഘനാഥനുമായിട്ട് യുദ്ധത്തിന് പോയി. അപ്പൊ എന്ത് ചെയ്തു? ഇന്ദ്രജിത്ത് നാരായണാസ്ത്രം പ്രയോഗിച്ചു. നാരായണാസ്ത്രം പ്രയോഗിച്ചപ്പോ ലക്ഷ്മണൻ തന്റെ സപ്തക്ഷരി മന്ത്രങ്ങളാൽ അതിനെ വശീകരിച്ചപ്പോ ആ ദിവ്യാസ്ത്രം ലക്ഷ്മണനെ 3 വലം വെച്ചിട്ട് ലക്ഷ്മണൻ രാവനാഴിയിൽ ചെന്നു വീണു. ലക്ഷ്മണനാണ് ഇന്ദ്രജിത്തിനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഇന്ദ്രജിത്ത് അയച്ച അസ്ത്രം തന്റെ സപ്താക്ഷരി മന്ത്രം കൊണ്ട് വശീകരിച്ച് തന്നാൽ 3 വലയം ചെയ്യപ്പെട്ട് ആ ദിവ്യാസ്ത്രം ലക്ഷ്മണന്റെ ആവനാഴിയിൽ തന്നെ തിരിച്ച് ചെന്നു വീണു. അപ്പൊ എന്ത് ചെയ്തു? മഹോദരൻ എന്ന് പറയുന്ന രാക്ഷസ മന്ത്രി തന്റെ യുദ്ധവാഹനമായ ഗജവീരൻ, ആനപ്പുറത്ത് യുദ്ധത്തിന് വന്നു. ആനയെ പെട്ടെന്ന് എന്ത് ചെയ്തു? ഐരാവതമാക്കി മാറ്റി. മായാ വിധത്തിൽ നടക്കാനായിട്ട് രാക്ഷസന്മാർക്ക് പ്രത്യേക കഴിവാണ്.
അപ്പൊ എന്ത് ചെയ്തു? ഐരാവതമാക്കി. എന്നിട്ട് ഇയാളങ്ങ് സ്വയം ദേവേന്ദ്രനായിട്ട് അതിന്റെ മുകളിലിരുന്നു. അപ്പൊ ലക്ഷ്മണൻ നോക്കിയപ്പോ ദേവേന്ദ്രൻ ഐരാവതത്തിന്റെ പുറത്ത് യുദ്ധത്തിന് വന്നിരിക്കുന്നു. അപ്പൊ ദേവേന്ദ്രനോട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ കുലച്ച വില്ല് താഴെ വെച്ചു. ഈ സന്ദർഭത്തിൽ മേഘത്തിൽ മറഞ്ഞു നിന്നുകൊണ്ട് മേഘനാഥൻ പിന്നെ ഇദ്ദേഹത്തിന് ഒരു അമ്പെയ്തു, ഒരു ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ഈ സമയത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചപ്പോഴത്തേക്ക് ലക്ഷ്മണനും സകല വാനരപ്പടകളും വീണു, മോഹാലസ്യപ്പെട്ട് വീഴുകയും ചെയ്തു. അവര് മൃതപ്രായരാവുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ മരിച്ചു എന്ന് തന്നെ പറയാം. ഈ സമയം ശ്രീരാമൻ തന്റെ ആയുധങ്ങൾക്കൊക്കെ മൂർച്ച കൂട്ടുന്നതിന് വേണ്ടി തന്റെ പാളയത്തിൽ, അവരുടെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അവരൊക്കെ വസിക്കുന്ന അവിടങ്ങളിൽ പോയി അതൊക്കെ ശരിയാക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ അതെല്ലാം, ആ ആയുധങ്ങളെല്ലാം മൂർച്ച കൂട്ടിയിട്ടൊക്കെ തിരിച്ചു വന്നപ്പോ ലക്ഷ്മണനും വാനരാദികളും എല്ലാം മരിച്ചു കിടക്കുന്നു. ലക്ഷ്മണൻ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാളിനെ പറ്റി, ഒരു സാധാരണ മനുഷ്യനായിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലക്ഷ്മണന്റെ അടുത്ത് തന്നെ കയറി കിടന്നു രാമൻ. ഈ സമയം വിഭീഷണാദികളാണ് ഇവർക്ക് വേണ്ടുന്ന ആഹാരാദികളൊക്കെ എടുക്കാൻ പോകുന്നത്. അങ്ങനെ ആ വിഭീഷണൻ എന്ത് ചെയ്തു? ആഹാരവുമായി തിരിച്ചു വന്നിട്ട് ദേവപ്രീതിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തി. അപ്പൊ ഇന്ദ്രൻ പ്രത്യക്ഷനായിട്ട് എന്ത് ചെയ്തു? ഗംഗാജലം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വിഭീഷണന്റെ കൊടുത്തിട്ട് പറഞ്ഞു, ഈ ജലം ജാംബവാനും ഹനുമാനും സേവിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. അവര് അത്രയും മരിച്ചിട്ടില്ല, അവര് ബോധരഹിതരായി കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും ഈ ഗംഗാജലം കൊടുത്തു, ജാംബവാനും ഹനുമാനും. അപ്പൊ ഈ ജാംബവാനും ഹനുമാനും പെട്ടെന്ന് തന്നെ ഉണർന്നെണീറ്റപ്പോ ജാംബവാൻ പറഞ്ഞു, മൃതസഞ്ജീവിനി എന്ന് പറഞ്ഞ ഒരു ചെടിയുണ്ട്, ഒരു സസ്യമുണ്ട്. അത് ഇവിടുന്ന് ഒരുപാട് യോജന ദൂരത്താണ്. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് അത് കൊണ്ടുവന്നാൽ ഇവരെയൊക്കെ രക്ഷപ്പെടുത്താം. ഉടൻ തന്നെ ഹനുമാൻ ജാംബവാനെ തൊഴുതിട്ട് നേരെ മൃതസഞ്ജീവനിക്ക് വേണ്ടി പോയി. അപ്പോ ഈ മൃതസഞ്ജീവനിക്ക് വേണ്ടി എവിടെയാണ് പോയത്? ഹിമാലയത്തിലേക്കാണ് പോയത്. അങ്ങനെ ഹിമാലയത്തിലേക്ക് പോയപ്പോഴത്തേക്ക് ഇവിടെ എന്താണ്, മേഘനാഥൻ ചെന്ന് രാവണനോട് പറഞ്ഞു, നമ്മൾ യുദ്ധം ജയിച്ചു, അവരെയൊക്കെ കൊന്നിട്ടിരിക്കുകയല്ലേ, നമ്മൾ യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞു. ഉടനെ കുറച്ച് രാക്ഷസികൾക്ക് നിർദ്ദേശം കൊടുത്തു, സീതയെ പുഷ്പവിമാനത്തിൽ ഇരുത്തി യുദ്ധക്കളത്തിൽ കൊണ്ട് കാണിക്കൂ, എല്ലാം മരിച്ചു കിടക്കുന്നത് കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടേ കാണിച്ചു. സീത വാവിട്ട് നിലവിളിച്ചു. അവരെല്ലാം മരിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് വാവിട്ട് നിലവിളിച്ചു. അപ്പോ ത്രിജട, വിഭീഷണന്റെ മകള് പറഞ്ഞു, സമാധാനമായിട്ടിരിക്കൂ, ഒരിക്കലും പുഷ്പക വിമാനം വിധവകളെ കയറ്റി സഞ്ചരിക്കാറില്ല. അതുകൊണ്ട് ഒരിക്കലും ഒരു രാമൻ മരിച്ചിട്ടില്ല, അതുകൊണ്ട് സമാധാനപ്പെടൂ എന്ന് സീതയോട് പറഞ്ഞു കേൾപ്പിച്ചു. അപ്പം അടുത്ത പ്രഭാതത്തിന് മുമ്പ് തന്നെ ഹനുമാൻ തിരിച്ചെത്തി. അദ്ദേഹത്തിന് മൃതസഞ്ജീവിനി മറ്റു ചെടികൾ ഏതെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ മല തന്നെ പൊക്കിയെടുത്തുകൊണ്ട് വന്നു. ആ മലയിൽ, മരുത്വ മല, ആ മലയില് 4 ഔഷധങ്ങളുണ്ടായിരുന്നു: ശല്യകരണി, വിശല്യകരണി, സന്താനകരണി, മൃതസഞ്ജീവനി. ഈ 4 സസ്യങ്ങളുണ്ടായിരുന്നു. അതിൽ ജാംബവാൻ ഈ മൃതസഞ്ജീവനി എടുത്തിട്ട് അതും കൊണ്ട് ഈ യുദ്ധത്തിൽ മരിച്ചു കിടക്കുന്നവരുടെ സമീപത്തേക്ക് പോയി. അങ്ങനെ പോയപ്പോഴത്തേക്ക് കാറ്റടിച്ച്, ഈ മൃതസഞ്ജീവനിയിൽ തട്ടിയ കാറ്റടിച്ച് അവരെല്ലാരും ആ ദിവ്യ ഔഷധം സേവിച്ചതിന് തുല്യമായി എണീറ്റു. എന്നിട്ട് ആ മറ്റ് ഔഷധങ്ങളുണ്ടല്ലോ, വിശല്യകരണിയുണ്ട്, ശരീരത്തിലേറ്റിരുന്ന ശസ്ത്രങ്ങളെല്ലാം പോയി. സന്താനകാരി കൊണ്ട് ശരീരത്തിലെ മുറിവുകളൊക്കെ ചേർന്ന് പിടിച്ചു. പിന്നെ ശല്യകരണി കൊണ്ട് ബാക്കി മുറിവുകളൊക്കെ പോയി. അടുത്ത പ്രഭാതത്തിൽ ലക്ഷ്മണൻ വീണ്ടും ഇന്ദ്രജിത്തിനോട് യുദ്ധത്തിനിറങ്ങി. അപ്പം ലക്ഷ്മണൻ മരിച്ചു എന്നല്ലേ ഇന്ദ്രജിത്ത് എന്ന് രാവണനെ അറിയിച്ചത്. അപ്പൊ വീണ്ടും ലക്ഷ്മണനോട് യുദ്ധം ചെയ്യാൻ ഒരു വൈമനസ്യം. അപ്പൊ എന്ത് ചെയ്തു? ഒരു മായാ സീതയെ കൊണ്ടുവന്നിട്ട് രാവണൻ സീതയെ ഉപേക്ഷിച്ചു. ഈ സീത നിമിത്തം
ലങ്കയിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകുന്നു, അതുകൊണ്ട് ഇവളുടെ കണ്ഠം ഛേദിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു മായാസീതയുടെ കണ്ഠം ഛേദിച്ചു. അപ്പൊ അവിടെ എല്ലാം ചോര കൊണ്ട് ചിതറി, രക്തക്കളമായി. അപ്പം ഇത് കണ്ടിട്ട് വിഭീഷണൻ പറഞ്ഞു, ഇതൊക്കെ രാക്ഷസന്മാരുടെ മായയാണ്, അല്ല ഇതൊന്നും വിശ്വസിക്കണ്ട, അങ്ങനെയുള്ള സംഭവമൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇന്ദ്രജിത്ത് വിളിച്ചു പറയുന്നത് തന്നെ, ആ വരാകിയെ കൊണ്ട് ഞങ്ങൾക്ക് നാശങ്ങളെ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ആ വരാകിയെ ഞങ്ങൾ വെട്ടിക്കൊല്ലുന്നു. വരാകിയ സീത, ഈ വരാകിയെ ഞങ്ങൾ വെട്ടിക്കൊല്ലുന്നു എന്നാണ് ഇന്ദ്രജിത്ത് പറയുന്നത്. ആ സമയത്ത് ആ മായാസീത ഹാ നാഥ, ഹാ അനുജ എന്ന് വെറുതെ വിളിക്കുന്നു. മനസ്സിലായല്ലേ? യഥാർത്ഥത്തിൽ സീതയല്ലല്ലോ. അങ്ങനെ വിളിച്ചാണ് അവര് കണ്ഠം ഛേദിച്ചത്. രാമാദികൾ ഇതെല്ലാം കണ്ടങ്ങ് അമ്പരന്നെങ്കിലും ഇതൊക്കെ രാക്ഷസന്മാരുടെ വിദ്യയാണെന്ന് വിഭീഷണൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും യുദ്ധം ആരംഭിച്ചപ്പോ ലക്ഷ്മണൻ മേഘനാഥനെ വധിച്ചു. രാവണനും യുദ്ധത്തിനിറങ്ങി. ആദ്യം രാവണൻ ലക്ഷ്മണനുമായി ഏറ്റുമുട്ടി. തുടർന്ന് യുദ്ധം രാമരാവണന്മാർ തമ്മിലായി. രാമൻ രാവണന്റെ വില്ലൊടിച്ചു. നിരായുധനായ രാവണനോട് യുദ്ധം ചെയ്യാൻ രാമൻ തയ്യാറായില്ല. അങ്ങനെയുണ്ടല്ലോ, ഈ പഴയ കാലത്തെ യുദ്ധങ്ങളിലൊക്കെ ഒരാളുടെ ആയുധം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളിനോട് യുദ്ധം ചെയ്യില്ല. അത് യുദ്ധ നീതിയിലുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ഇയാളുടെ വില്ലൊടിഞ്ഞത് കൊണ്ട് അന്ന് അയാളോട് പിന്നെ യുദ്ധം ചെയ്തില്ല. അടുത്ത ദിവസം രാവിലെ രാവണൻ ദൂതന്മാരെ അയച്ച് പാതാള രാവണനെയും കുംഭോദരനെയും ലങ്കയിലേക്ക് വരുത്തി. പാതാള രാവണന്റെ അനിയനാണ് കുംഭോദരൻ. അവരെ രണ്ടുപേരെയും ലങ്കയിലേക്ക് വരുത്തി. അവർ രണ്ടുപേരും രാത്രി ശ്രീരാമന്റെ പടപ്പാളയത്തിലെത്തിയിട്ടും അവിടെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവർ രണ്ടുപേരും കൂടെ തിരിച്ച് പാതാളത്തിലേക്ക് പോയി. പാതാളത്തിൽ ചെന്നിട്ട് അവരെന്ത് ചെയ്തു? പാതാളത്തിൽ നിന്ന് ഒരു തുരങ്കം ഉണ്ടാക്കി. അങ്ങനെ തുരങ്കം ഉണ്ടാക്കി. ആ സമയത്ത് ഹനുമാന്റെ വാൽ ഒരു കോട്ട പോലെ ആക്കി അതിലാണ് രാമനും ലക്ഷ്മണനും കിടന്നുറങ്ങുന്നത്. മനസ്സിലായ? അപ്പൊ ഈ കോട്ടയിലേക്ക് തന്നെ യവന്മാരെ തുരങ്കം വന്ന് ചേർന്നു. ആ തുരങ്കം ഹനുമാൻ വാലുകൊണ്ടുണ്ടാക്കി ആ കോട്ടയിൽ തന്നെ വന്ന് ചേർന്ന് കഴിഞ്ഞപ്പോ ഇവന്മാര് ഒരു മായാവിദ്യ കൊണ്ട് സമ്മോഹന ദിവ്യ ഔഷധം അത് മണപ്പിച്ചവരെ രണ്ടുപേരും മയക്കിയിട്ട് എടുത്തോണ്ട് പോയിട്ട് പാതാളത്തിലെ മഹാകാളിയുടെ അമ്പലത്തിന്റെ മുമ്പ് കൊണ്ടുവന്ന് കിടത്തി. പുലരുന്നതിന് മുമ്പേ ഇവരൊക്കെ രണ്ടുപേരെയും കാളിക്ക് ബലി കൊടുക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ ഹനുമാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എത്തി നോക്കും, കോട്ടയ്ക്കകത്ത് അവർ രണ്ടുപേരും കിടക്കണം. അങ്ങനെ നോക്കിയപ്പോ രണ്ടുപേരെയും കാണാനില്ല. ഉടൻ തന്നെ അവരും ആ ഗുഹയിൽ കൂടെ ഇറങ്ങി പോയി ശ്രീരാമനെയും ലക്ഷ്മണനെയും മയക്കി കിടത്തിയിരിക്കയില്ലേ സമ്മോഹന ഔഷധം കൊടുത്ത്. അപ്പോ അവരെ ഇനി വധിക്കുമല്ലോ. അതിനു മുമ്പേ ഹനുമാനും സുഗ്രീവനും കൂടെ ഈ രണ്ട് പാതാള രാവണനെയും കുംഭോദരനെയും വധിച്ച് ശ്രീരാമനെ വീണ്ടെടുത്തുകൊണ്ട് തിരിച്ചു വന്നു. അപ്പൊ അംഗദനും കൂടെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെയാണ് ഇവരെ രണ്ടുപേരും വധിച്ചത്. എന്നിട്ട് പാതാള രാവണന്റെ മകനായ സുമാലിയെ പാതാളത്തിലെ രാജാവായി അഭിഷേകവും നടത്തി. അപ്പൊ ഇന്നത്തെ കഥ നമുക്ക് ഇതുവരെ. എല്ലാവരും കാണണം, എല്ലാവരും കേൾക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമസ്തേ.